അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുജൂദ് തിലാവത്തിനെ കുറിച്ചാണ് സഹോദരന്റെ ചോദ്യം. സുജൂദ് തിലാവത്ത് നമസ്കാരം പോലെയാണോ അല്ലേ എന്നതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുണ്ട്. അതിലേറ്റവും സഹിഹായ തെളിവിനോട് അടുത്ത മറുപടി അത് നമസ്കാരമല്ല എന്നതാണ്. നമസ്കാരമല്ല എന്ന് വെക്കുമ്പോൾ വുദു നിർബന്ധമില്ല, സുജൂദ് തിലാവത്തിന് ഇസ്തിഖ്ബാൽ ഖിബിലയും നിർബന്ധമില്ല, അഥവാ ഖിബിലക്ക് മുന്നിടലും നിർബന്ധമില്ല. അപ്പോൾ നമസ്കാരമാണോ അല്ലേ എന്നതായ ചർച്ച പണ്ഡിതന്മാരുടെ ഇടയിലുള്ളത് കൊണ്ടാണ് ആ രൂപത്തിലുള്ളതായ അഭിപ്രായങ്ങളൊക്കെ വരാൻ കാരണം. ഏറ്റവും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി സുജൂദ് തിലാവത്തിൻ്റെ ആയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് നാം ഇരിക്കുന്നത്, വണ്ടിയിലാണെങ്കിൽ, ബസ്സിലാണെങ്കിൽ, കാറിലാണെങ്കിൽ, പ്ലെയിനിലാണെങ്കിൽ, ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് തന്നെ തല താഴ്ത്തിയാൽ മതി. സുജൂദ് തല താഴ്ത്തുക, ഒറ്റൊരു പ്രാവശ്യം തല താഴ്ത്തി സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുക, അവസാനിച്ചു. അവിടെ പിന്നെ പ്രത്യേകം ആ പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തല താഴ്ത്തുക, അഥവാ പള്ളിയിലോ വീട്ടിലോ സൗകര്യത്തിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് തന്നെ ചെയ്യുക, തല ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക, അവസാനിച്ചു. പിന്നെ അവിടുന്ന് ഉയർന്നാൽ മതി. പിന്നെ രണ്ടാമത് ഉയരുന്ന സമയത്ത് തക്ബീർ ചൊല്ലേണ്ട ആവശ്യമില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യുക. എന്നിട്ട് ആ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് സാധാരണ നാം ചെല്ലുന്നതായ ആ ദിക്ർ ചെല്ലുക. ഇനി സജദ വജ്ഹിയ ലില്ലദി എന്ന പ്രാർത്ഥന അറിയുമെങ്കിൽ അത് ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് തന്നെ ചെല്ലിയാലും മതിയാവുന്നതാണ്. അപ്പോൾ സുജൂദ് തിലാവത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ വുദു ഉണ്ടെങ്കിൽ വുദുവോട് കൂടിയായിരിക്കുമല്ലോ സുജൂദ് ചെയ്യുന്നത്. ഇനി വുദു ഇല്ലാതെ മനപ്പാടത്തിൽ നിന്നിട്ടാണ് ഒരാൾ ഖുർആൻ ഓതുന്നതെങ്കിൽ അയാൾക്ക് വുദു ഇല്ലാതെ തന്നെ ആ സുജൂദ് ചെയ്യാവുന്നതാണ്. യാത്രയിലാണെങ്കിൽ തല താഴ്ത്തുക, അല്ലെങ്കിൽ വീട്ടിലോ പള്ളിയിലോ ഒക്കെ ആണെങ്കിൽ വുദു ഇല്ലെങ്കിൽ സുജൂദിലേക്ക് തന്നെ പോവുക. ആ സുജൂദ് നമസ്കാരമല്ല എന്നതുകൊണ്ട് അതിൽ വുദുവിൻ്റെ ആവശ്യമില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ നിഗമനം. മനസ്സിലായില്ലേ? അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ മുസ്ഹഫ് കയ്യിൽ തൊട്ടുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ അവിടെ വുദു ഉണ്ടാവലാണ് വേണ്ടത്. ശക്തിയായ തെളിവനുസരിച്ചിട്ട് വുദുവോട് കൂടി തന്നെയാണ് ഖുർആൻ കൈകൊണ്ട് സ്പർശിക്കേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ യമസ്സുഹു ഇല്ലാ താഹിർ, ശുദ്ധിയുള്ള ആളല്ലാതെ അത് തൊടാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയുണ്ട്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വുദുവോട് കൂടി തന്നെയായിരിക്കണം നാം മുസ്ഹഫ് തൊടേണ്ടതും. സൂക്ഷ്മതക്ക് ഖുർആൻ ഓതുമ്പോഴെല്ലാം മുസ്ഹഫ് കയ്യിൽ പിടിച്ചിട്ടാണ് ഓതുന്നതെങ്കിൽ അത് ചെയ്താൽ മതി. ഇനി മൊബൈലിൽ കൂടിയാണെങ്കിൽ വുദുവിൻ്റെ ആവശ്യവുമില്ല. മൊബൈലിൽ കൂടിയാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യവുമില്ല. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.